എൻ്റെ ഒരു പീക്ക് ടൈമിൽ അവരില്ലാതിരുന്നതാണ് എനിക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖമായി തോന്നുന്നത്. നമ്മൾ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ തന്നെ ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും എന്ത് നൂതന വിദ്യകൾ വരുന്നോ അത് നമ്മൾ ചെയ്യുവാനായിട്ട് പറ്റുന്നുണ്ട്. വലിയ വലിയ പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ ഫാമിലിയിൽ നിന്നുണ്ടാകുന്ന സപ്പോർട്ട് വലിയൊരു അനുഗ്രഹമാണ്. ഒരു ക്ലയൻറ്റിൻ്റെ വീട് നമ്മൾ തീർത്ത് കഴിയുമ്പോൾ നമ്മൾ ആ വീട്ടിൽ ഒരു അംഗമായിട്ട് മാറും. സഫലമി യാത്രയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഡൊണ്ട നാഗമംഗല എന്ന് പറയുന്ന പ്രദേശത്താണ്. അത് ഇലക്ട്രോണിക് സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അതിൻ്റെ തൊട്ടടുത്താണ് ഡൊണ്ട നാഗമംഗല എന്ന് പറയുന്ന പ്രദേശം. ഒരു വീടെന്ന് പറയുന്ന ഒരു സ്വപ്നമാണ് ഏതൊരു വ്യക്തിയുടെയും. അതായത് നമ്മുടെ വീട്, അതിൻ്റെ കൺസെഷൻ അത് പൂർത്തിയാക്കി ആ വീട് ഹൗസ് വാമിങ്ങിലേക്ക് കയറുക എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിയെയും സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വപ്നം തന്നെയാണ്. ആ സ്വപ്ന സാക്ഷാത്കാരത്തിന് വിശ്വാസ്യതയുടെയും സത്യസന്ധതയുടെയും നിങ്ങളുടെ മുമ്പിലേക്ക് പ്രവർത്തിക്കുന്ന ഒരു കൺസെഷൻ രംഗത്താണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുവാൻ പോകുന്നത്. ദീപം കൺസെഷൻ. കുറച്ച് കാലഘട്ടമായി ഇന്ന് ബാംഗ്ലൂർ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ദീപം കൺസെഷൻ്റെ സാരഥി ആർ പ്രദീപാണ് ഇന്ന് നമ്മുടെ അതിഥി. അത് അടൂർ സ്വദേശിയാണ്. ഏതാണ്ട് 36 വർഷങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂർ എത്തുകയും ഒട്ടനവധി ബിസിനസ് സംരംഭങ്ങൾക്ക് തുടക്കം കുറിച്ച് ഒരുപാട് ജോലി ചെയ്ത് അനുഭവങ്ങളും പ്രതിസന്ധികളെയും അതിജീവിച്ച് മുന്നോട്ട് പോയി വിജയം കൈവരിച്ച ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ആർ പ്രദീപ്. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞുപോയ ഈ കാലഘട്ടത്തെ ആ പ്രതിസന്ധികളെക്കുറിച്ചും വിജയം കൈവരിച്ചതിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ബിസിനസ് രംഗത്ത് അദ്ദേഹം കണ്ടെത്തിയ ആ ക്വാളിറ്റിയുടെയും ആ വിശ്വാസ്യതയുടെയും സത്യസന്ധതയുടെയും ആ ഒരു ദീപം കൺസെഷൻ്റെ വിജയത്തെക്കുറിച്ചും നമുക്ക് ചോദിച്ചറിയാം. അതിനു മുമ്പ് ആർ പ്രദീപിനെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. അടൂർ സ്വദേശിയാണ്. അച്ഛൻ, അമ്മ, 4 മക്കളാണ്. അതിൽ ഏറ്റവും ഇളയാൾ. 3 സഹോദരിമാരാണ്. അച്ഛൻ അവിടെ കൂലിപ്പണിയായിരുന്നു അല്ലേ? അതെ അതെ, കച്ചവടമായിരുന്നു. ഈ തടിക്കച്ചവടം അല്ലല്ല, തടി അറക്കുന്ന പണി ഉണ്ടായിരുന്നു. നേരത്തെ ഇറച്ചുപാടിലായിരുന്നു. ആ പണിയിൽ ചെറിയ പരിക്ക് പറ്റിയിട്ട്, കാലിനൊരു പരിക്ക് പറ്റിയിട്ട് അതിനുശേഷം മുറുക്കാൻ കച്ചവടം, പറക്കോട് ചന്തയിൽ മുറുക്കാൻ കച്ചവടം നടത്തുമായിരുന്നു. സ്കൂൾ കാലഘട്ടങ്ങളിൽ അച്ഛനെ സഹായിക്കുക എന്നുള്ളത് 10ാമത്തെ വയസ്സ് മുതൽ തന്നെ അച്ഛനോടൊപ്പം രാത്രി 2 മണിക്കൊക്കെയാണ് നമ്മൾ പറക്കോട് ചന്തയിലേക്ക് തിങ്കളും വ്യാഴമായിരിക്കും ചന്ത നടക്കുക. അപ്പോൾ അച്ഛനോടൊപ്പം കടയിൽ വന്ന് അച്ഛനോടൊപ്പം സഹായിച്ച് അങ്ങനെയാണ് ബിസിനസ് എന്താണെന്ന് പഠിച്ചത്. അച്ഛനിൽ നിന്നാണ് ബിസിനസ് പഠിക്കുന്നത്. അതിൻ്റെ ആദ്യ ബാലപാഠം പഠിക്കുന്ന അവിടെ നിന്നാണ്. സത്യസന്ധമായ കച്ചവടം ചെയ്യണം എന്നുള്ളതാണ് അച്ഛൻ്റെ രീതിയായിരുന്നത് അല്ലേ? അപ്പോൾ ശരിക്കും ആ കച്ചവടത്തിൻ്റെ ആദ്യ ബാലപാഠം എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മൾ ക്ലയൻറ്റിനെ എങ്ങനെ സംതൃപ്തിപ്പെടുത്താം എന്നുള്ളതാണ്. അതായത് ഇപ്പം ഞാൻ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ തന്നെ ഞാൻ അനുവർത്തിക്കുന്ന ഒരു കാര്യം, ഒരു ക്ലയൻറ്റിൻ്റെ വീട് നമ്മൾ തീർത്ത് കഴിയുമ്പം നമ്മൾ ആ വീട്ടിലെ ഒരു അംഗമായിട്ട് മാറുകയാണ്. ആൾമോസ്റ്റ് എല്ലാ ക്ലയൻറ്റുകളും നമ്മൾ ആ ഭവനം തീർത്ത് അവർക്ക് കൈമാറിയതിന് ശേഷം നമ്മളെ ആദ്യം എന്തെങ്കിലും ഒരു സംഭവം അവിടെ നടന്നാൽ നമ്മളെയാണ് വിളിക്കുക. ഒരു മരണമായിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യമായിട്ട്, പ്രതിവേട്ട എന്താണ് ചെയ്യേണ്ടത്, ഇങ്ങനെ പറ്റി. ആ ഒരു നിലയിലേക്ക് ഒരു വീട് പണിത് തീർത്ത് കഴിയുമ്പോൾ ക്ലയൻറ്റുമായി നമ്മൾ ആത്മാർത്ഥമായിട്ട് അടുക്കുന്നു, ഒരു ബന്ധം സ്ഥാപിക്കപ്പെടുന്നു. അത് ഞാൻ കൊടുക്കുന്ന ക്വാളിറ്റിയിൽ നിന്നുമാണ് എനിക്ക് കിട്ടുന്നതെന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവം. അപ്പോൾ ഈ അനുഭവം ഇത് ഞാൻ എൻ്റെ അച്ഛനിൽ നിന്നാണ് പഠിച്ചത്. പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോഴാണ് പിന്നെ ബാംഗ്ലൂരിലേക്ക് ഒരു പലായനം. അതെ.
ഏതൊരു വ്യക്തിയും, കാരണം എന്ന് വെച്ചാൽ അന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് തൊഴിലില്ലായ്മ വളരെ രൂക്ഷമായി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. തീർച്ചയായും മറ്റ് സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ വിദേശത്ത് പോവുക എന്നുള്ളതാണ് ഒരു സ്വപ്നം. അങ്ങനെ പ്രീ ഡിഗ്രി, ഇന്നത്തെ +2, അത് കഴിഞ്ഞ ഉടൻ നേരെ ബാംഗ്ലൂരിലേക്ക് വരികയാണ്. അതെ. ബാംഗ്ലൂരിൽ എന്തായിരുന്നു, ചേച്ചി ഉണ്ടായിരുന്നല്ലേ? ഇല്ല, ഞാൻ വന്നതിന് ശേഷമാണ് ചേച്ചി എല്ലാം ബാംഗ്ലൂരിലേക്ക് എത്തിയത്. ചേച്ചി നേഴ്സായിരുന്നു, നാട്ടിൽ തന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ നേഴ്സിൻ്റെ വേക്കൻസി ഉള്ളതറിഞ്ഞിട്ട് ചേച്ചിയെ ഞാൻ വിളിച്ചു വരുത്തുകയായിരുന്നു. 90-ലാണ് ആദ്യമായിട്ട് ബാംഗ്ലൂരിലേക്ക്. ചെയ്യാത്ത ജോലികളില്ല. ഇല്ല. ആദ്യമായി ഒരു സപ്ലയറായിട്ടാണ് ജീവിതം ആരംഭിക്കുന്നത്. അതെ. അനുഭവങ്ങൾ ഒരുപാടുണ്ടല്ലേ? ഒരുപാടുണ്ട്. ഒരുപാട് കണ്ണീരിൻ്റെ കഥയുണ്ട്. തീർച്ചയായും. പക്ഷേ പിടിച്ചു നിൽക്കാനുള്ളൊരു മനസ്സുണ്ടായിരുന്നു എന്നുള്ളതാണ്. തീർച്ചയായും. അവിടെ നിന്ന് 97 ഒരു ചെറിയ കച്ചവടം, പിക്കിൾ മാനുഫാക്ചറിങ് അല്ലേ? ഇത് കൊണ്ടുവന്ന് ഷോപ്പുകളിൽ കൊടുക്കുക, ഷോപ്പുകളിൽ സപ്ലൈ ചെയ്യുക. അത് പിന്നെ കുറച്ച് കാലമേ അവിടെ അതിൻ്റെ ഒരു അത് കണ്ടിന്യൂ ചെയ്തിരുന്നു. കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ചെയ്യുമ്പോഴും വീട്ടിൽ ഫാമിലി അത് ചെയ്ത് സപ്ലൈക്ക് വേണ്ടി ആൾക്കാർക്ക് വീട്ടിൽ തന്നെ അത് കണ്ടിന്യൂ ചെയ്തിരുന്നു. ഒരു 10 years ആയിട്ടാണ് അത് നിർത്തിയത്. ഈ സപ്ലയറായിട്ട് നിൽക്കുമ്പോൾ അന്ന് കിട്ടിയ ആദ്യത്തെ ശമ്പളം എത്രയായിരുന്നു? 400 രൂപയായിരുന്നു ശമ്പളം. 400 രൂപയും 20-30 രൂപ പലരിൽ നിന്ന് കിട്ടുന്ന ടിപ്സും ആയിരുന്നു അന്നത്തേത്. പക്ഷേ ജീവിതം എന്താണെന്ന് പഠിച്ചത് ബാംഗ്ലൂർ വന്നതിന് ശേഷമാണ് അല്ലേ? അതെ അതെ. ഒരുപാട് അനുഭവങ്ങൾ നമ്മളെ ജീവിതത്തെ മോൾഡ് ചെയ്തു ഈ നഗരം എന്ന് പറയുന്നത്. ഒരുപാട് ഭാഷ പഠിക്കാൻ കഴിഞ്ഞു. തീർച്ചയായും. ഇന്ന് നന്നായിട്ട് പ്രതിവട്ടം കന്നഡ സംസാരിക്കും, മലയാളം സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ. ആൾമോസ്റ്റ് എല്ലാം സംസാരിക്കുന്നു. എല്ലാവരുമായിട്ട് നല്ല കന്നഡ സംസാരിക്കുക മാത്രമല്ല, എഴുതുകയും വായിക്കുകയും എല്ലാം ചെയ്യും എന്നുള്ളതാണ്. തമിഴും എഴുതുകയും വായിക്കുകയും എല്ലാം ചെയ്യും, ഹിന്ദിയും ചെയ്യും. ഈ ഒരു ബാംഗ്ലൂർ നഗരത്തിൻ്റെ ഒരു ബൂമിങ് വളരെ പെട്ടെന്നായിരുന്നു അല്ലേ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ IT-യുടെ ഒരു എൻട്രി വളർച്ചയെ ഒരുപാട് സഹായിച്ചു ഈ നഗരത്തിൻ്റെ. അതെ അതെ. 2000-ന് ശേഷം IT വളരെ സ്വാധീനിച്ച ഒരു നഗരമാണ് ബാംഗ്ലൂർ. ഈ പിക്കിൾ ബിസിനസ്സിൽ നിന്ന് ലാഭമാണോ അതോ നഷ്ടമാണോ ഉണ്ടായത്? ഞാൻ ചെയ്ത ഒരു ബിസിനസ്സിലും നഷ്ടം എനിക്കുണ്ടായിട്ടില്ല. പിക്കിൾസ് ഇൻഡസ്ട്രി അത് ഞാൻ നിർത്തിയത് സമയക്കുറവ് കൊണ്ടാണ്. അതായത് കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്ക് വന്നതിന് ശേഷം അത് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അത് നിർത്തിയാലേ പറ്റുള്ളൂ എന്നുള്ളൊരു സാഹചര്യത്തിലാണ് നിർത്തിയത്. ഏത് ജോലി ചെയ്യുമ്പോഴും ആ ജോലിയെക്കുറിച്ച് പഠിക്കുവാനും മനസ്സിലാക്കാനും താങ്കൾ ശ്രമിക്കാറുണ്ട്. അതിന് രാത്രി എന്തായിക്കോട്ടെ പകലായിക്കോട്ടെ. ഹോട്ടൽ മാനേജ്മെന്റിൽ അവിടെ സപ്ലയറായിട്ട് നിന്നപ്പോൾ അത് പഠിച്ചു. കൺസ്ട്രക്ഷൻ രംഗത്ത് വന്നപ്പോൾ രാത്രി 2 മണി 3 മണിയിൽ, കാരണം ഇന്ന് നമ്മളെ ലോകം എങ്ങോട്ടാണ് കൺസ്ട്രക്ഷൻ രംഗത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, അതിനെക്കുറിച്ച് മാറുന്ന ലോകത്തിനനുസരിച്ച് നമ്മൾ മാറിയില്ലെങ്കിൽ നമുക്ക് ഈ മേഖലയെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. തീർച്ചയായും. ആദ്യം ചെയ്തിരുന്ന പ്രൊജക്റ്റുകൾക്കെല്ലാം ഞാൻ പെൻസിൽ ഡ്രോയിങ്ങിലാണ് പ്ലാൻ വരച്ച് കൊടുത്തുകൊണ്ടിരുന്നത് ക്ലയൻറ്റിന്. അതിനുശേഷം ഇപ്പം നമ്മൾ ഈ ലെവലെത്തി. ഇപ്പോൾ പ്ലാൻ ടു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആർക്കിടെക്ചറുണ്ട്, സിസ്റ്റമുണ്ട്, എല്ലാം ഉണ്ട്. ഓരോ കാലഘട്ടത്തിൽ നമ്മൾ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ തന്നെ ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും എന്ത് നൂതന വിദ്യകൾ വരുന്നോ അത് നമ്മൾ ചെയ്യുവാനായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യണം. അതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട. കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഇപ്പം ഞാൻ എല്ലാ മെഷീനറീസും ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ സ്വന്തമായിട്ട് മിക്സി മെഷീന്, എർത്ത് കോമ്പാക്ട് മെഷീന്. ഒരു വർക്കിൽ നമ്മൾ റിസർച്ച് ചെയ്ത് ഒരു ഫാൾട്ട് കണ്ടുപിടിച്ച് അതെങ്ങനെ സോൾവ് ചെയ്യാമെന്നതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ബിൽഡിങ് കഴിയുമ്പോൾ നമ്മൾ അടുത്ത ബിൽഡിങ്ങിലേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് ഈ ഏകദേശം 150 പ്രൊജക്റ്റുകളോളം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഈ 150 ഫാമിലിയും നമ്മുടെ ഫാമിലി എന്നുള്ള രീതിയിലാണ് ഇന്നും ആ ബന്ധം കാത്തു സൂക്ഷിക്കുന്നത്. സാധാരണ ഒരു കൺസ്ട്രക്ഷൻ രംഗത്തേക്ക് വരുമ്പോൾ അവരുമായിട്ട് തെറ്റി പിരിഞ്ഞു പോവാറാണ് പലപ്പോഴും നമുക്ക് കേൾക്കാറുള്ള കാര്യം. ഇതുവരെ ഒരു ക്ലയൻറ്റുമായിട്ട് എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായില്ല. അതാണ് ആ വിശ്വാസതയാണ് നമ്മളെ ഈ ഒരു മേഖലയിൽ പിടിച്ചു നിർത്താൻ സാധിച്ചിട്ടുള്ളത് എന്നുള്ള ഒരു വലിയ കാര്യമല്ലേ? തീർച്ചയായും. പക്ഷേ ഈ ഒരു മേഖലയ്ക്ക് കടന്നു വരുന്നത് ഒരു കൊമേഴ്ഷ്യൽ ഷെഡ്, ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഷെഡ് ചെയ്യുന്ന ഒരു കരാർ പണി ഏറ്റെടുത്തുകൊണ്ടാണ്. തീർച്ചയായും. അതെങ്ങനെയായിരുന്നു അനുഭവം? അത് ആദ്യം എൻ്റെ പെങ്ങളുടെ ഒരു പ്രൊജക്റ്റ് തന്നെയായിരുന്നത്. നമ്മൾ 3 കൊട്ടേഷൻ 3 വ്യക്തികളിൽ നിന്നെടുത്തു. അപ്പോൾ എനിക്ക് അതിനു മുമ്പ് തന്നെ നമ്മുടെ പെങ്ങളുടെ തന്നെ വീട് കെട്ടി അതിൽ സൂപ്പർവൈസറായിട്ട് അതിൻ്റെ മേൽനോട്ടം നടത്തി പരിചയമുണ്ടായിരുന്നു. പിന്നീട് 1-2 പ്രൊജക്റ്റുകൾ നമ്മൾ ചെയ്തിരുന്നു, ചെറിയ വർക്കുകൾ. ആ പരിചയത്തിൻ്റെ പുറത്ത് ഒരു 22 ലാഖിന് വന്ന ഒരു കൊട്ടേഷൻ
അത് മൂന്ന് പേരും 3 രീതിയിലാണ് കൊട്ടേഷൻ. ഒരു 9 ലാക്ക്, ഒരു 12 ലാക്ക്, ഒരു 22 ലാക്ക്. അതിൽ ആ 12 ലാക്കിൻ്റെ പ്രൊജക്റ്റ് ആ ഒരു ഇതിൽ നമ്മൾ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ആ പ്രൊജക്റ്റ് ഞാൻ സ്വന്തമായിട്ട് ഏറ്റെടുത്ത് തുടങ്ങുകയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വീടെന്ന് പറയുന്ന ഒരാളുടെ സ്വപ്നമാണ്. തീർച്ചയായും ആ സ്വപ്നം നമുക്ക് സാക്ഷാത്കരിച്ച് കൊടുത്ത് അവരെ വിളക്ക് കത്തിച്ച് വീട്ടിലേക്ക് കയറുന്ന ആ നിമിഷം ഉണ്ടല്ലോ, മനസ്സിൽ തോന്നുന്ന സന്തോഷം എത്രത്തോളമാണ്? ഭയങ്കരമാണ്. പറഞ്ഞറിയിക്കുന്നതിനും അധികമാണ്. ആ സമയത്ത് അകത്തേക്ക് ക്ഷണിച്ച് നമുക്ക് അതായത് ഒരു വീട് തീർത്ത് ആ പൂജയുടെ അന്ന് നമുക്ക് എന്തെങ്കിലും പ്രസൻറ്റ് ചെയ്യാറുണ്ട്. അത് ഏറ്റുവാങ്ങുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ തകാതെ അത് നമുക്ക് കിട്ടുന്ന ഒരു അംഗീകാരമാണ് അവിടുന്ന്. അതോടുകൂടി ആ വീട്ടിൽ ഒരു അംഗമായിട്ടാണ് ഞാൻ മാറുന്നത്. അപ്പോൾ നമ്മൾ ഈ കൺസ്ട്രക്ഷൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ഇപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും അത് ഒരു ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻ്റ് അനുസരിച്ചായിരിക്കും അല്ലേ? തീർച്ചയായും. കാരണം നമ്മൾ കൊടുക്കുന്ന കൊട്ടേഷനിൽ എസ്റ്റിമേറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുക. നമ്മൾ ഫീൽഡിൽ ഏറ്റവും നല്ല മെറ്റീരിയൽ നമ്മൾ എവിടെ നിന്ന് കണ്ടെത്തും, ആ മെറ്റീരിയൽ നമ്മൾ ഉപയോഗിക്കുന്നതിലാണ് നമ്മളുടെ വിജയം. റോ മെറ്റീരിയൽസ് ഇവരുടെ കയ്യിലേക്ക് എത്തുമ്പം 4-5 ബൈഹോൾഡേഴ്സ് ഉണ്ടാവും. ഇവരുടെ എല്ലാം കമ്മീഷൻ കഴിഞ്ഞിട്ടായിരിക്കും. അതായത് മാനുഫാക്ചർ, ഡീലർ, സബ് ഡീലർ, ഷോപ്പ്, ഇങ്ങനെയാണ് ഇത്രയും പേരുടെ ഇത് കഴിഞ്ഞിട്ടാണ്. നമ്മൾ ആൾമോസ്റ്റ് എല്ലാ പ്രൊജക്റ്റും മാനുഫാക്ചറിൽ നിന്ന് തന്നെ ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ഡയറക്റ്റ് നമ്മൾ മാനുഫാക്ചറിൽ നിന്നും. അപ്പൊ ഈ 4 പേരുടെ ഇതിന്റെ ആ കമ്മീഷൻ നമുക്ക് ക്ലയന്റിന് വളരെ കുറഞ്ഞ ലാഭത്തിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒരു ക്ലയന്റ് വന്ന് നമ്മൾ ഇത്രയാണ് ബഡ്ജറ്റ്, എൻ്റെ ബഡ്ജറ്റ്, ഈ ബഡ്ജറ്റിനുള്ളിൽ എനിക്കൊന്ന് ചെയ്തു തരാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമാണ് ചോദിക്കുന്നതെങ്കിൽ അവിടെ എന്തായിരിക്കും നമുക്ക് അത് ക്വാളിറ്റിയിൽ വിട്ടുവീഴ്ചയില്ലാതെ നമുക്ക് ചെയ്തു കൊടുക്കാം? തീർച്ചയായും അങ്ങനെ പല പ്രൊജക്റ്റുകളും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റായിട്ട് ഇന്ന് മോർണിംഗ് ഒരു പ്രൊജക്റ്റ് നമ്മൾ 14 ലക്ഷത്തിന് നമ്മൾ സൈൻ ചെയ്തു. അവരുടെ ബഡ്ജറ്റ് അതാണ് എന്നുള്ള ലെവലിൽ അത് 30-40 ഫ്ലോട്ടിൽ നമ്മൾ സൈൻ ചെയ്തിട്ട് ഇന്നത് തുടങ്ങിയിട്ടുണ്ട്. അത് ഡിസൈനും കാര്യങ്ങളൊക്കെ മോനും കൂടെ നിന്ന് ചെയ്യുന്നുണ്ട്. മോനും എൻജിനീയറിങ് കഴിഞ്ഞിട്ട് എന്നോടൊപ്പം 10th മുതൽ തന്നെ അവനും ഇതൊരു പാഷനായിട്ട് എടുത്തിട്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഈ ബിൽഡിങ്ങിൻ്റെ നമ്മുടെ ഈ സ്വന്തം ബിൽഡിങ്ങിൻ്റെ ആൾമോസ്റ്റ് പ്രതിപേട്ടൻ 10ാമത്തെ വയസ്സ് മുതൽ അച്ഛൻ്റെ കൂടെ തുടങ്ങിയെങ്കിൽ മകൻ 10ാം ക്ലാസ്സിൽ തുടങ്ങുമ്പോഴേ ഈ ഒരു ഫീൽഡിലേക്ക് വന്നു. അതൊരു വലിയൊരു കാര്യം തന്നെയാണ് അല്ലേ? ഒരു ഫാമിലിയുടെ ഒരു സപ്പോർട്ട് ഏറ്റവും വലുതാണ്. 2000-ലാണ് വിവാഹം കഴിക്കുന്നത്. അതെ, അവിടെ നിന്നാണ് പ്രദീപേട്ടൻ്റെ ഭാഗ്യം കടന്നു വരുന്നത്. ദീപ എന്ന പേരിൽ അല്ലേ? നേരത്തെ പരിചയം ഉണ്ടായിരുന്നു, ഇഷ്ടമായിരുന്നു, പക്ഷെ ഇവിടെ ജോലിക്ക് വേണ്ടി വരികയായിരുന്നു അല്ലേ? ബന്ധുവായിരുന്നു. ഇവിടെ വന്നു. പിന്നെ 2000-ൽ നമ്മുടെ ജീവിത പങ്കാളിയായിട്ട് വന്നു. ആ പേരാണ് ദീപം എന്ന കൺസ്ട്രക്ഷൻ എന്ന പേര് തുടങ്ങുന്നത്. അവിടെ മുതൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഫാമിലിയുടെ ഒരു സപ്പോർട്ട് എത്രത്തോളമാണ്? ഒരു നിഴലായിട്ട് തന്നെ ഉണ്ട് സപ്പോർട്ട് എല്ലാ കാര്യത്തിലും. കൺസ്ട്രക്ഷൻ എല്ലാ വർക്കുകളും ചെയ്തപ്പോഴും എന്നോടൊപ്പം തന്നെ ഉണ്ട്. വലിയ സപ്പോർട്ടാണ്. വലിയ പ്രശ്നങ്ങളിൽ വലിയ സപ്പോർട്ട് ഉണ്ടായത് കൊണ്ട് മാത്രമാണ് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത്. വലിയ പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കൊണ്ട് വരുമ്പോൾ ഫാമിലിയിൽ നിന്നും ഉണ്ടാകുന്ന സപ്പോർട്ട് വലിയൊരു അനുഗ്രഹമാണ്. ഒരു പുരുഷന്റെ ജീവിതത്തിന്റെ വിജയത്തിന് പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടാവും. തീർച്ചയായും അല്ലേ? പ്രതിപേട്ടന് 2 പേരാണ്, അമ്മയും വൈഫും. അമ്മയേക്കാൾ ഉപരി എൻ്റെ ജീവിതത്തിൽ എൻ്റെ മൂത്ത ചേച്ചിയാണ് എന്നെ ഉണ്ടായിരുന്നു. ചേച്ചിയുടെ പേര്? ചേച്ചി രമണി. പിന്നെയാലുണ്ട്. പിന്നെയാലും ഇവിടെ തന്നെ ബാംഗ്ലൂരിൽ തന്നെ. നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരാളാണ്. തീർച്ചയായും. കാരണം അത്രത്തോളം ജീവിതത്തിൽ ഒരുപാട് അമ്മയുടെ സ്ഥാനത്ത് നിന്നല്ലേ. ഇന്ന് അമ്മയും അച്ഛനും ഇല്ല, പക്ഷെ ചേച്ചിയുടെ ഒരു വലിയ ഒരു സപ്പോർട്ട് ഇന്നും ഉണ്ട്. ഈ വിജയത്തിന് പിന്നിലുണ്ട്. തീർച്ചയായും. പിന്നെ ഭാര്യ, 2 മക്കളാണ്. മൂത്താളുടെ പേര് വിഞ്ചു പ്രദീപ്, ഇളയാളുടെ പേര് ദിഞ്ചു പ്രദീപ്. വിഞ്ചു പ്രദീപ് എന്ത് ചെയ്യുന്നു? വിഞ്ചു പ്രദീപ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. എന്നോടൊപ്പം തന്നെ ഫാക്ടറിയിൽ ഇപ്പം പ്ലാന്, ഡിസൈനിങ്, സൈറ്റ് സൂപ്പർവൈസിങ് എല്ലാ കാര്യത്തിലും ഇൻവോൾവ് ആയിട്ട് എന്നോടൊപ്പം തന്നെ ഉണ്ട്. ഇളയ മോനും പാർഷ്യലായിട്ട് അക്കൗണ്ടിങ് കാര്യങ്ങൾ ഇപ്പം നോക്കുന്നുണ്ട്. വൈഫ് പിന്തുണ എല്ലാ കാര്യവും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദീപം കൺസ്ട്രക്ഷൻ ഒരു ഫാമിലി ഓറിയന്റഡ് ആണ് അല്ലേ? തീർച്ചയായും. കാരണം ഫാമിലിയുടെ ഒരു സപ്പോർട്ട് തന്നെയാണ് ഇതിന്റെ വിജയം. തീർച്ചയായും. എല്ലാ കാര്യത്തിലും. ഈ കഴിഞ്ഞു പോയ
ഒരു 36 വർഷത്തെ ഈ ഒരു കാലഘട്ടം തുടക്കത്തിൽ തന്നെ സപ്ലയറായിട്ട് ജോലി ചെയ്തതും അവിടെ നിന്ന് പിന്നെ പല 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 വേഷങ്ങൾ നമ്മൾ ജീവിക്കാൻ വേണ്ടി കിട്ടിയിരുന്നു. അവിടെ നിന്ന് ഇവിടെ വരെ എത്തി നിൽക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് പ്രദീപേട്ടന് തോന്നുന്നു, മനസ്സിൽ ഇപ്പോൾ തോന്നുന്നു? ജീവിതത്തിൽ വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. എന്നോടൊപ്പം വന്നിരുന്ന കുറേ ആൾക്കാരുടെ ഒരു ഇത് നോക്കുമ്പോൾ ജീവിത വിജയം നല്ല രീതിയിൽ എത്താൻ സാധിച്ചു. നന്ദി ആരോടാണ്? നന്ദി എൻ്റെ ക്ലയൻറ്റിനോടാണ്. ആണ്. എന്നെ ഓരോ ക്ലയൻറ്റും ഞാൻ പറഞ്ഞല്ലോ ഒരു കുടുംബത്തിലെ ഒരു അംഗമായിട്ട് കരുതുന്നു. അപ്പം നന്ദിയെല്ലാം എൻ്റെ ക്ലയൻറ്റിനോടാണ്. അവരാണ്. കാരണം അവർ തരുന്ന പൂർണ്ണ പിന്തുണയാണ് അല്ലേ? തീർച്ചയായും. അവരുടെ ആ സപ്പോർട്ടാണ്. ഒരുപാട് പ്രോജക്റ്റുകൾ ഓരോന്നും ഓരോ വ്യത്യസ്തമായ രീതിയിലാണ് എൻ്റെ ഡിസൈനിങ്ങും കണ്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും നമ്മളിപ്പം പുതിയ ഒരു രീതിയിൽ എക്കോ ഫ്രണ്ട്ലി ഹൗസസ് ഇതിലേക്കാണ് വന്നിരിക്കുന്നത്. ആ രീതിയിൽ 4 പ്രോജക്റ്റുകൾ നമ്മൾ തീർത്തിട്ടുണ്ട്. നമ്മളിപ്പം നമ്മുടെ ഈ വീടും അങ്ങനെ ഇക്കോ ഫ്രണ്ട്ലി കൺസ്ട്രക്ഷൻ എന്നുള്ളൊരു മെത്തേഡിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഒരു 20% 25% ഹീറ്റ് കുറവുണ്ടാവും, എയർ പൊല്യൂഷൻ ഉണ്ടാവില്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് ചെയ്തതാണ്. അത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് അല്ലേ? കാരണം നമ്മൾ ഇക്കോ ഫ്രണ്ട്ലി കൺസ്ട്രക്ഷൻ നമുക്ക് ദൂര സ്ഥലങ്ങളിലേക്ക് കിട്ടുന്നതുകൊണ്ട് നമുക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ടോട്ടലി നമുക്ക് നിയറസ്റ്റ് ഇപ്പം കുറേ പ്രൊജക്റ്റുകൾ നമ്മൾ സൈൻ ചെയ്തുകൊണ്ട് ഇപ്പം റണ്ണിങ് പ്രൊജക്റ്റായിട്ട് ഈ വർഷം തന്നെ ഏകദേശം 12 പ്രൊജക്റ്റുകളും നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ട്, റണ്ണിങ്ങിലുണ്ട്. അതുകൊണ്ട് പുറത്തുനിന്ന് വരുന്ന, അതായത് ഈ ഡിസ്ട്രിക്ട് വിട്ട് ബംഗളൂരിൽ നിന്ന് പുറത്ത് വരുന്ന പ്രൊജക്റ്റുകൾ നമ്മൾ ഏറ്റെടുക്കുന്നില്ല. എൻക്വയറീസ് എല്ലാം വരുന്നുണ്ട്, കുറേ ഒരുപാട് എൻക്വയറീസ്. അത് നമ്മുടെ ഫ്രണ്ട്സിന്, നമുക്ക് ചെയ്യാൻ പറ്റാത്ത പ്രൊജക്റ്റുകൾ നമ്മുടെ ഫ്രണ്ട്സിന് കൈമാറുന്നുണ്ട്. ഇന്ന് എത്ര തൊഴിലാളികളാണ് ഇന്ന് ദീപം കൺസ്ട്രക്ഷനിലുള്ളത്? ഇന്ന് നമുക്ക് ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ഏകദേശം 35 പേരുണ്ട്. ഈ 35 പേര് ഞങ്ങളൊരു ഫാമിലി മാതിരിയാണ് കരുതി പോകുന്നത്. എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാരും ഉണ്ട്. എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. കാരണം ഒരു 35 പേരുടെ ആ കഠിനാധ്വാനവും നമ്മുടെ പിന്നിലുണ്ട്. തീർച്ചയായും. കാരണം 35 പേർക്ക് നമ്മൾ ജോലി കൊടുക്കുമ്പോൾ 35 കുടുംബങ്ങൾ നമ്മളെ കൊണ്ട് ജീവിക്കുന്നു എന്നുള്ളതാണ്. അതല്ലേ എൻ്റെ നമ്മളൊരു ബിൽഡിങ്ങിനെ സംബന്ധിച്ചുള്ള മെറ്റീരിയൽസിനൊക്കെ ഓരോ ഡെയിലി ഈ റേറ്റിന് ഒരു ഫ്ലെക്സുവേഷൻ ഉണ്ടാവും. ചിലപ്പോൾ ഇന്നത്തെ റേറ്റ് അല്ല നാളത്തെ റേറ്റിലേക്ക് വരും. അപ്പോൾ നമ്മളൊരു കോൺട്രാക്ട് സൈൻ ചെയ്ത് വരുമ്പോൾ അപ്പോൾ അതൊക്കെ നമ്മളെ ബാധിക്കില്ലേ? തീർച്ചയായും. നമ്മളൊരു 10% വേരിയേഷനിലൊന്നും ക്ലയൻറ്റിനെ നമ്മൾ ബുദ്ധിമുട്ടിക്കാറില്ല. എൻ്റെ ഒരു പ്രത്യേകത, ഞാൻ ഏകദേശം 150 പ്രൊജക്റ്റുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ കോട്ട് ചെയ്ത എമൗണ്ടിൽ നിന്നും ഒരു പൈസയും ബിൽഡിങ് തീർന്നതിന് ശേഷം എക്സ്ട്രാ വർക്ക് ചെയ്തു എന്നും പറഞ്ഞ് മേടിക്കേണ്ടി വന്നിട്ടില്ല. അത് നമ്മൾ അതിൽ തന്നെ നമ്മൾ തീർത്തു കൊടുക്കാറുണ്ട്. കാരണം നമ്മളെ ലാഭത്തിൽ നിന്നുള്ള അത് മാറ്റി വെച്ചിട്ട് നമ്മൾ തന്നെ അതിനെ ഇത് ചെയ്യുമെന്നുള്ളതാണ് അല്ലേ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ലോസ് നമ്മൾ തന്നെ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ക്ലയൻറ്റിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്താൽ വാക്ക് മാറ്റില്ല എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ഇപ്പോൾ കാണാറുള്ള വാസ്തു, കാരണം ഒരു വീട് വെക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വാസ്തുവിന് പ്രാധാന്യം കൊടുക്കുക. അത് ക്ലയൻറ്റ് അങ്ങനെ റിക്വയർമെൻറ്റ് തരുമ്പോൾ നമ്മൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കും. സാധാരണ ഈ ഫീൽഡിലുള്ള ആൾക്കാർ വരുമ്പം തന്നെ കൊട്ടേഷൻ കൊടുക്കാറുണ്ട്. നമ്മൾ ഏകദേശം 1 മാസം 2 മാസമൊക്കെ ഡിസ്കഷൻ ചെയ്തിട്ടാണ് ഒരു കോഡിലേക്ക് പോകുന്നത്. അവരുടെ മൈൻഡിൽ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം ആണ് നമ്മൾ ഫൈനൽ ഒരു കൊട്ടേഷൻ കൊടുക്കുക. ഇപ്പം നമ്മൾ ചെയ്യുന്ന 2-3 പ്രോജക്റ്റിൻ്റെ കൊട്ടേഷൻ കൂടി കൊടുക്കാതെ ഏകദേശം 2-3 മാസം വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത്രയ്ക്ക് മേൽ വിശ്വാസം ഉണ്ട് എന്നുള്ള ക്ലയൻറ്റുകളുണ്ടാവും. അപ്പം ഈ 2 മാസത്തെ ഡിസ്കഷനിൽ നമുക്ക് മനസ്സിലാവും ക്ലയൻറ്റിന് എന്താണ് ആവശ്യം, ടേസ്റ്റ് എന്താണെന്ന്. അതാണ് നമ്മൾ അതിനനുസരിച്ചായിരിക്കും നമ്മൾ ഇതിലേക്ക് പോകുന്നത്. ചില ക്ലയൻറ്റുകൾ പ്രതിവേദന എന്താണ് ഇഷ്ടം അതങ്ങ് ചെയ്യുക എന്ന് പറയുന്ന ക്ലയൻറ്റുകൾ. എൻ്റെ കയ്യിൽ ഇത്രയാണോ പ്രതിവേദന എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യുക. അപ്പോൾ എല്ലാ സൈറ്റിലും ഡെയിലി വിസിറ്റ് ചെയ്യും? തീർച്ചയായും. ഒരു ദിവസം എനിക്ക് സൈറ്റിൽ ചെല്ലാൻ പറ്റിയില്ലെങ്കിൽ അന്ന് ഉറക്കം വരില്ല. ആണ്. ഇന്നൊരു സൈറ്റിൽ എത്താൻ പറ്റിയില്ലെങ്കിൽ പിറ്റേ ദിവസം ആ സൈറ്റിനായിരിക്കും ആദ്യം പ്രാധാന്യം കൊടുത്തിട്ട് ഞാൻ ചെയ്യില്ല. ഓരോ പ്രോജക്റ്റും നമുക്ക് ഓരോ പുതുമ നൽകുന്നു അല്ലേ? കാരണം ഓരോ വർക്കിലും എൻ്റെ സാന്നിധ്യം ഉണ്ടാവണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് അതിന് വേണ്ടിയുള്ള പ്രൊജക്റ്റുകൾ മാത്രമേ എടുക്കാറുണ്ടായിരുന്നുള്ളൂ. ഒരു വർഷം 3-4 പ്രൊജക്റ്റുകൾ എടുക്കാറുണ്ടായിരുന്നു. ഈ വർഷം ഫുള്ളായിട്ട് മകനും എന്നോടൊപ്പം ഇൻവോൾവ് ആയതിനു ശേഷമാണ് ഈ വർഷം ഞാൻ ഏകദേശം 12 പ്രൊജക്റ്റുകളാണ് സൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ശരിക്കും ഇവിടുത്തെ ഒരു ക്ലൈമറ്റും ആ നഗരത്തിൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ബാംഗ്ലൂർ എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടാണ് ഈ വീട് നിർമ്മാണം എന്ന് പറയുന്നത് നിൽക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെപ്പോഴും ഒരു നല്ലൊരു കാലാവസ്ഥ എപ്പോഴും ബാംഗ്ലൂരിനുണ്ടെന്ന്. തീർച്ചയായും.
കാരണം ഈ പെൻഷനേഴ്സ് പാരഡൈസ് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് ഈ ബാംഗ്ലൂർ, മൈസൂരൊക്കെ. അപ്പോൾ ശരിക്കും നമുക്ക് അതിനനുസരിച്ച് തന്നെ ആയിരിക്കണം നമ്മൾ ആ ഒരു കൺസെഷൻ പോകേണ്ടത് അല്ലേ? അതെ അതെ. അതായത് നാട്ടിൽ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ 6 മാസം മഴയും 6 മാസം ചൂടുമാണ്. ഇവിടെ ടോട്ടലി 12 മാസം ഏകദേശം ഒരേ കാലാവസ്ഥയാണ് വരുന്നത്. മഴ വളരെ റെയറായിട്ടാണ് വരുന്നത്. അപ്പോൾ അത് കൺസ്ട്രക്ഷൻ രീതിയും നാട്ടിലെ കൺസ്ട്രക്ഷൻ രീതിയും ഇവിടെയുള്ള ഓരോ നാട്ടിലും അത് വ്യത്യാസം ഉണ്ടല്ലോ ട്രഡീഷണലായിട്ട്. അത് ഇവിടെ ഉണ്ട്. നമ്മളത് നോക്കിക്കൊണ്ട് തന്നെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. എൻ്റെ പേര് വിനോദ് എന്നാണ്. ഞാൻ ഇവിടെ ബാംഗ്ലൂരിലെ ശങ്കർ ഇലക്ട്രിക്കൽസ് എന്ന് പറയുന്ന കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. സോ ഇത് ഈ കാണുന്ന വീട് വന്നിട്ട് ഞാൻ വന്നിട്ട് പ്രതിവേട്ടനെയാണ് കെട്ടാൻ വേണ്ടി ഏൽപ്പിച്ചത്. അവരുടെ കമ്പനിയുടെ പേര് ദീപം കൺസ്ട്രക്ഷൻ എന്നാണ്. സോ നല്ല ക്വാളിറ്റിയോടുള്ള വർക്കും നല്ല ആത്മാർത്ഥത്തോടെ വർക്ക് ചെയ്യുന്ന പല സൈറ്റുകളും ചെയ്ത് കണ്ടിട്ടാണ് ഞങ്ങൾ കൊടുത്തേക്കുന്നത്. അപ്പോൾ എനിക്കും അതേപോലെ തന്നെയാണ് അനുഭവപ്പെടുന്നത്. കാരണം നല്ല ക്വാളിറ്റിയോടുള്ള വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഒരുപാട് താങ്ക്സ് ഉണ്ട്. എൻ്റെ പേര് സന്തോഷ്. ഞാൻ ഇവിടെ ബാംഗ്ലൂരിലെ 35 വർഷമായിട്ട് താമസിക്കുന്ന ആളാണ്. ഞാൻ ഒരു വീട് പണിതതിന് ശേഷം ഒരു മെയിൻ്റനൻസിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മയിൽ വന്നത് ദീപം കൺസ്ട്രക്ഷനെ കുറിച്ചാണ്. അവർ ചെയ്ത കുറേ വീടുകൾ പോയി കാണുകയും അത് ഇഷ്ടപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ ഇത് റിനോവേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഈ മുകളിലെ പെൻഡോസിനെ കുറിച്ച് ആലോചിച്ചത്. ഇത് ഏകദേശം 3 മാസത്തോളം എടുത്ത് വളരെ സാറ്റിസ്ഫാക്ഷനോടുകൂടി അവർ അത് ചെയ്തു തരികയും ഇപ്പോൾ ഞാൻ ഈ വീട്ടിലേക്ക് താമസം മാറുകയും ചെയ്തു. ഇപ്പോൾ 150ഓളം പ്രോജക്റ്റുകൾക്ക് നേതൃത്വം കൊടുത്തു, അത് വിജയത്തിൽ ഇതുകൊണ്ട് എത്തിച്ചു. ഇനി ഫ്യൂച്ചറിൽ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഫ്യൂച്ചറിൽ ഈ പെൻഷനേഴ്സിൻ്റെ കാര്യം പറഞ്ഞു. നമ്മൾ അതായത് ലൈഫ് സെറ്റിലാവാൻ വേണ്ടി ഉള്ളവർക്ക് വേണ്ടി ഇക്കോ ഫ്രണ്ട്ലി ഹൗസുകൾ നിർമ്മിച്ച് കൊടുക്കുക എന്നുള്ളത്. അത് പ്ലോട്ട് വാങ്ങി ഞങ്ങൾ തന്നെ നിർമ്മിച്ച് കൊടുക്കാവുന്നതാണ്. അവർക്ക് വേണ്ടിയിട്ടാണ്. കാരണം റിട്ടയർമെന്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഫാം ഹൗസിലേക്ക് ശ്രദ്ധ കൂടുതൽ കേന്ദ്രീകരിക്കാനാണ് ശ്രമിക്കുന്നത്. അതാണ് അടുത്ത വരാൻ പോകുന്ന കാലഘട്ടങ്ങളിലെ ദീപം കൺസ്ട്രക്ഷൻ്റെ വലിയ പ്രോജക്റ്റാണ് വരാൻ പോകുന്നത് അല്ലേ? ഇപ്പോൾ ടോട്ടലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ഇക്കോ ഫ്രണ്ട്ലി ഹൗസിൻ്റെ റിസർച്ചുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച 2 വ്യക്തികൾ അച്ഛനും അമ്മയുമാണ്. അച്ഛനമ്മയും അച്ഛൻ്റെ ആ കുട്ടിക്കാലത്ത് അച്ഛൻ നമുക്ക് പറഞ്ഞു തന്ന ആ അച്ഛനിൽ നിന്ന് പഠിച്ചെടുത്ത ബിസിനസ്സിൻ്റെ ആ ഒരു കാര്യമാണ് പ്രതിവട്ടം പറഞ്ഞ് എനിക്ക് വിജയം കൈവരിക്കാൻ കഴിഞ്ഞതിൻ്റെ ഒരു പ്രധാന ഘടകം. താങ്കളുടെ ജീവിതത്തിൽ അച്ഛനും അമ്മയും എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്? തീർച്ചയായും എൻ്റെ ഒരു പീക്ക് ടൈമിൽ അവരില്ലാതിരുന്നതാണ് എനിക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖമായി തോന്നുന്നു. കാരണം ഞാൻ ഏറ്റവും ഇളയ മകനായിരുന്നു. ബാംഗ്ലൂരിൽ വന്ന് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മളൊരു നല്ല നിലയിൽ എത്താൻ കഴിഞ്ഞത്. അത് ഒരുപാട് കഷ്ടപ്പെട്ടു. ആ ഒരു ടൈമിൽ അച്ഛനും അമ്മയും ഇല്ലാതായി. ഈ വിജയം കാണാനായിട്ട് നമ്മുടെ ഒപ്പം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ. ഇന്ന് അവരില്ല എന്നുള്ളതാണ്. ഏതൊരു ലോകത്തിരുന്ന് അവർ കാണുന്നുണ്ട് പ്രതിവേട്ടൻ്റെ വിജയം. അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അവരുടെ പ്രാർത്ഥന ഇതൊക്കെ തന്നെയാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോയത്. തീർച്ചയായും ഇവിടുത്തെ ഒരു സാമൂഹിക സാംസ്കാരിക സംഘടനകളിലെല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. തീർച്ചയായും ഓണത്തിൻ്റെ സംഘടനകളിൽ പ്രവർത്തിക്കുന്നതിനേക്കാൾ ഉപരി മലയാളീസിൻ്റെ എന്തൊരു വിഷയത്തിന് നമ്മളുണ്ടാവും. തീർച്ചയായും ബാംഗ്ലൂർ മലയാളീസിലെ നമ്മുടെ ഏരിയയിലുള്ള അത് ഈ സന്തോഷമുള്ള ആഘോഷങ്ങളെക്കാട്ടി സങ്കടം വരുന്ന മരണം, ആക്സിഡൻ്റ്, കാര്യങ്ങൾ, അസുഖം, ഇതിലെല്ലാം വളരെ ഡീപ്പായിട്ട് ഇൻവോൾവ് ആവാറുണ്ട്. കൂടെ നിൽക്കും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സഹജീവികളോടുള്ള ആ സ്നേഹം അതാണ് നമ്മൾ പ്രകടിപ്പിക്കുക. കാരണം നമ്മളെല്ലാം നേടിയവരല്ല, ആവശ്യത അനുഭവിക്കുന്ന ഒരു സമൂഹവും നമുക്ക് ചുറ്റും ഉണ്ട് എന്നുള്ളതാണ്. അതാണ് സാറിനോട് ഞാൻ ഇടയ്ക്ക് വെച്ച് ആദ്യം പറഞ്ഞിരുന്നു. ഇപ്പം എൻ്റെ ക്ലയൻറ്റും എൻ്റെ സുഹൃത്തുക്കളും ആദ്യം അവർക്ക് എന്ത് വിഷയം ഉണ്ടായാലും ആദ്യം ഒരു വിളി വരുന്നത് എനിക്കായിരിക്കും. ആദ്യം ആ സ്പോട്ടിൽ കുറേ അനുഭവങ്ങളുണ്ട് എനിക്ക്. പെട്ടെന്ന് തന്നെ പ്രതിഭടനെ വിളിച്ചിട്ട് എന്താ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക്. അത് നമ്മൾ കിട്ടുന്ന വലിയ അംഗീകാരമാണ്. ആ ഒരു സ്നേഹമാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നാണ്. ഇത്രയും നാളത്തെ ഈ ഒരു ജീവിതം വലിയൊരു യാത്രയാണ്, എല്ലാവരുടെയും യാത്ര. ഇപ്പോൾ പ്രദീപേട്ടൻ്റെ എടുക്കുകയാണെങ്കിൽ ഒരുപാട് പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും സപ്ലയറായിട്ടും ഒരുപക്ഷെ ജീവിതം മടുത്തു എന്ന് തോന്നിയടുത്തുനിന്ന് പോലും പ്രദീപേട്ടൻ ഈ ഫീനിക്സ് പക്ഷി പോലെ ഉയർന്നു വന്ന ഒരാളാണ്. കഥകൾ പറയാനാണ് ഒരു അരമണിക്കൂറുള്ള എപ്പിസോഡ് പോലും മതിയാവില്ല. ഇനിയും ഒരുപാട് മണിക്കൂറുകൾ തന്നെ എടുക്കേണ്ടി വരും. അത്രയും മൊത്തമുള്ള ജീവിതത്തിൻ്റെ അനുഭവങ്ങളുള്ള ഒരാളാണ് താങ്കൾ. ഇതുവരെയുള്ള യാത്ര സഫലമാണോ? തീർച്ചയായും 100%.
മുന്നോട്ടുള്ള യാത്രയും ഒരുപാട് സഫലമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് നന്ദി തിരക്കേറിയ ഈ സമയത്തും ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു അഭിമുഖം അനുവദിച്ചു തന്നത്. താങ്ക് യു വെരി മച്ച്. ഇന്നത്തെ തലമുറയ്ക്ക് പഠിക്കുവാനും മനസ്സിലാക്കുവാനുള്ള ഒരു വലിയ പാഠപുസ്തകം പ്രതിവേട്ടൻ നമ്മുടെ മുമ്പിൽ തുറന്നു തരികയാണ്. അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ കുടുംബം, അദ്ദേഹത്തിൻ്റെ മക്കൾ എല്ലാവരുടെയും ഒരു പിന്തുണ തന്നെയാണ് ഈ വിജയം. അദ്ദേഹം പറഞ്ഞത് എൻ്റെ ഏറ്റവും വലിയ വിജയത്തിന് കാരണം എൻ്റെ ക്ലയൻസാണ്. അവരെൻ്റെ ക്ലയൻസ് അല്ല, അവരെൻ്റെ കുടുംബമാണ്. ഞാനൊരു വീട് പൂർത്തീകരിക്കുമ്പോൾ അവരെൻ്റെ കുടുംബത്തിലെ ഒരു അംഗമായി മാറുകയാണ്. അത്രത്തോളം ബന്ധവും ശക്തിയുമാണ് ദീപം കൺസ്ട്രക്ഷൻ എന്ന പ്രസ്ഥാനത്തിൻ്റെ അടിത്തറ. ഇനി മുന്നോട്ടുള്ള യാത്രയിൽ അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് ഒരുപാട് നന്മകൾ സർവേശ്വരൻ നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡും തൽക്കാലം വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം.